എന്താ ഇപ്പൊ വിനേട്ടന്റെ കണ്ടീഷൻ? ഒന്നും പറയാറായിട്ടില്ല ചേട്ടാ. എമർജൻസി ആയിട്ടൊരു സർജറി വേണം. അതിനുവേണ്ടി ഫണ്ടിനുള്ള ഓട്ടോ. അതിനുവേണ്ടി ഓടിയ വിസ്മയുടെ പഠനം? അതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഞാനൊരു ഡോക്ടർ ആവണമെന്ന് എന്നെക്കാളും മുമ്പിൽ സ്വപ്നം കണ്ട ആളാ ഏട്ടൻ. ഏട്ടനെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ ചിന്ത. എന്റെ മാത്രമല്ല, ഇതേ കാര്യം ചിന്തിച്ച് വീട്ടിലെല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിപ്പോ. ശരിയാ, എങ്ങനെ ഉറങ്ങാൻ പറ്റും? എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന ആളല്ലേ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. വിനയേട്ടന്റെ വൈഫ് നേരത്തെ ഇവിടെ വന്നിരുന്നു ഉറക്ക ഗുളികയ്ക്ക് വേണ്ടി. ഉറക്ക ഗുളിക? അതെ, കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. പരിചയമില്ലാത്തവർക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഞാൻ കൊടുക്കാറില്ല. പിന്നെ വിനയേട്ടന്റെ വൈഫായതുകൊണ്ട് ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല, കൊടുത്തു. എപ്പോഴാ വാങ്ങിയത്? കുറച്ച് മുന്നേ വാങ്ങിയത്. ഒരു മിനിറ്റ്, ഞാൻ മുത്തശ്ശനുള്ള മെഡിസിൻ എടുക്കാം. നീ ഹോസ്പിറ്റലിൽ നിന്നില്ലേ? ആരെവിടെ ഇപ്പോ? എന്താ വിസ്മയ, എന്താടി നീ നോക്കുന്നേ? ഒരാളെ എങ്ങനെയാ ജീവനോടെ രക്ഷിക്കേണ്ടതെന്ന ടെൻഷനിൽ നെട്ടോട്ട് ഓടുക ഞാൻ. അപ്പോഴാ ബാക്കിയുള്ളവരെങ്ങനെയാ മരിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന അല്ലേ? ഒന്നും അറിയാത്ത പോലെയുള്ള ഈ നോട്ടം ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറാ. എന്താ വിസ്മയ, നീ കാര്യം പറ. ദേ, എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുത്. എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ ഓടി വന്നത്. എന്ത്? ഏത് മുഹൂർത്തത്തിലാ ചേച്ചി മരിക്കാൻ തീരുമാനിച്ചത്? എന്തിനു വേണ്ടി? ആരെ തോൽപ്പിക്കാൻ? ചേച്ചി പറ. ഒടുക്കത്തെ ഉറക്കത്തിനുള്ള ഉറക്ക ഗുളികൾ കഴിച്ചില്ലേ ചേച്ചി? ഇല്ലേന്ന്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.